ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് നമ്മൾ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുവാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. തൃശ്ശൂരിൽ നിന്നും 15 കിലോമീറ്റർ അകലെ പാർലിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു എക്വാഡക്റ്റ് ഉണ്ട്, പാടത്തിനൊക്കെ മുകളിലൂടെ പോകുന്നത്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഞങ്ങൾ പോപ്പോയ്സിൽ നിർത്തിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. ഈ സ്ഥലം വടക്കാഞ്ചേരിക്ക് അടുത്തായിട്ടാണ് വരുന്നത്. നമ്മൾ സ്ഥലത്തെത്തി ഒരു നേരോ റോഡാണ്. അപ്പോൾ കാറൊക്കെ ഒതുക്കി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. സോ ഇതാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്ന എക്വാഡക്റ്റ് പാലം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, വാഴാനി ഡാമിൽ നിന്നും പോകുന്ന ഒരു കനാൽ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സബ് കനാലായിട്ടാണ് ഇത് വരുന്നത്. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കനാൽ കാണാം. ഇറിഗേഷനാണ് മെയിൻ പർപ്പസ്. ഏകദേശം 65 വർഷം പഴക്കമുള്ള ഒരു എക്വാഡക്റ്റ് പാലമാണിത്. ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച അതിമനോഹരമാണ്. വയലുകളിൽ വിളവെടുക്കാനായിട്ടുള്ള ഒരു പാകത്തിനായിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം ഒരു ഗോൾഡൻ കളറാണ് മൊത്തത്തിൽ. ഗ്രാമത്തിൻ്റെതായ ശാന്തതയും നേച്ചറും അതുപോലെ സൺസെറ്റൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ റൈറ്റ് പ്ലേസ് ആണ്. ഈ കാണുന്ന ചെറിയ കനാലിലൂടെയാണ് ഡാമിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം കടത്തി വിടുന്നത്. അൺഈവൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വാട്ടർ ഇറിഗേഷന് വേണ്ടിയിട്ടാണ് എക്വാഡക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. 2 ഹൈറ്റിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ എക്വാഡക്റ്റ്. സൺസെറ്റ് സമയവും പിന്നെ അതുപോലെ കാറ്റൊക്കെ ആയപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിരുന്നല്ലോ, അതിവിടെ വന്ന് കഴിച്ചു. പിന്നെ അതുപോലെ സ്പോട്ടിഫൈയിൽ കുറച്ച് പാട്ടുകളൊക്കെ പ്ലേ ചെയ്തു. എന്നിട്ട് ഈ വ്യൂവും കണ്ട് കുറേ നേരം ഇരുന്നു. ഞങ്ങൾ ഈ എക്വാഡക്റ്റ് പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ അങ്ങ് ദൂരെ റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്ന കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ മുന്നേ ഇരുന്ന എക്വാഡക്റ്റ് പാലം. പാലത്തിൻ്റെ മുകളിലൂടെ ആളുകൾ നടന്നു പോകുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. വിളവെടുക്കുവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് ഈ നെല്ലൊക്കെ. നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് തന്നെ ഇവിടെ കൊയ്ത്തുണ്ടാകുന്നതാണ്. ഒരു പെർഫെക്റ്റ് ഈവനിങ് ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു, ക്വാളിറ്റി ഫാമിലി ടൈമൊക്കെ ആയിട്ട്. ഇനി വരുന്ന സൺഡേസിൽ നിങ്ങൾ തൃശ്ശൂരിലുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്തോളൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇതൊക്കെയാണ് എക്വാഡക്റ്റ് വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.